ആദ്യം ദൈവം ഉടമ്പടി ചെയ്തത് എബ്രാഹത്തിനോടാണ്, അല്ലേ? എബ്രാഹത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം, നീ അത് വിശ്വസിക്കുന്നു, എൻ്റെ വാഗ്ദാനങ്ങളിൽ നീ വിശ്വസിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി എബ്രാഹത്തിനോടൊരു ത്യാഗം ചെയ്യാൻ പറഞ്ഞു. എന്താണ് ത്യാഗം ചെയ്യാൻ പറഞ്ഞത്? നിൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ അറ്റം കണ്ടിക്കാൻ പറഞ്ഞു. നിസ്സാര ത്യാഗമല്ല, 2 ആഴ്ച പനിച്ച് കിടക്കുന്ന ത്യാഗമാണ്. കാര്യം എന്താ? ജനനേന്ദ്രിയമാണ് ജീവൻ നൽകണത്. അപ്പം ജീവൻ അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ജനനേന്ദ്രിയത്തിൻ്റെ അറ്റം കണ്ടിക്കാൻ പറഞ്ഞത്. എബ്രാഹാം അങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഉടമ്പടി, എബ്രാഹത്തിൻ്റെ വിശ്വാസം ദൈവം മുഖവിലക്കെടുത്തത്. പക്ഷേ പൗലോസിൻ്റെ കാലം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അറ്റം കണ്ടിച്ചാലും കയ്യിരിപ്പ് മോശമാണെങ്കിൽ കർത്താവിൻ്റെ കൃപ ലഭിക്കത്തില്ല. പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് എന്ത് പറഞ്ഞു? പരിച്ഛേദനോ അപരിച്ഛേദനോ അല്ല, പുതിയ സൃഷ്ടിയായി തീരുകയാണ് പരമപ്രധാനം. കൈ അടിച്ച് കർത്താൻ വരികയാണ്. അപ്പോൾ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ? പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പുതിയ സൃഷ്ടിയായി തീരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൽ ചില ത്യാഗങ്ങൾ സഹിക്കുന്നത്. കാരുണ്യപ്രവൃത്തിയുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, അല്ലേ? അങ്ങനെ കുറേ ത്യാഗപ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ ആരും എന്തെങ്കിലും ഉടമ്പടിയിലുള്ള ത്യാഗങ്ങൾ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്ത് തരാൻ ആർക്കും അനുവാദമില്ല. അഥവാ ആരെങ്കിലും നിങ്ങൾക്കിവിടെ വന്ന് നിങ്ങളുടെ സങ്കടമൊക്കെ കേട്ടിട്ട് എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരണ്ട എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് മിക്കവാറും പിശാചായിരിക്കും പറയണത്. ഇവിടുത്തെ ശുശ്രൂഷകരുടെ വേഷം കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, പറയണ പിശാചായിരിക്കും. കാര്യം ഉടമ്പടിക്ക് മിനിമം ത്യാഗം അതിലുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിക്കാരൊക്കെ ഇവിടെ വന്ന് എന്ത് സാക്ഷ്യം പറയണില്ലേ? അവരൊക്കെ എത്ര വെളുപ്പിനെ എഴുന്നേറ്റ് പോകുന്നതാണ്. കാസർഗോഡുകാരൊക്കെ ഇവിടെ എത്തണമെങ്കിൽ എന്ത് പാടാ. ഇന്ന് ഞാനിരിക്കുന്ന തൈക്കാട്ടുശ്ശേരിയിൽ വയനാട്ടുകാർ ഇന്നലെ എത്തിയതാണ്, കോഴിക്കോട്ടുകാർ ഇന്ന് എത്തിയതാണ്. ജസ്റ്റ് അവർ വന്നതുകൊണ്ട് അവരെ കണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വിട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് ത്യാഗം അനുഭവിക്കുന്നതെല്ലാം ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, എന്തെങ്കിലും ത്യാഗം, വണ്ടി കാത്തുനിന്ന് താമസിച്ചു, അങ്ങനെ എന്തെങ്കിലും ത്യാഗം വന്ന് ഈ പ്രാർത്ഥനാകാലത്ത് വന്നാൽ അപ്പം തന്നെ സന്തോഷിക്കണം. എന്നിട്ട് അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് കാഴ്ചവെക്കണം. അതെന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണമാണ്. ഇപ്പോൾ അവസാനം ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഒരു കൽപ്പണിക്കാരൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ലേ, അയാൾ കേവലം കൽപ്പണിക്കാരനാണ്. കൽപ്പണിക്കാരൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അയാളുടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്ത്. ഉടമ്പടിയിൽ എപ്പോഴും വാഗ്ദാനം ഉണ്ടാവും. എന്താ കൊടുത്തത്? നിന്നെ ഞാൻ ഒരു കോൺട്രാക്ടറാക്കും. അപ്പോൾ വാഗ്ദാനമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എബ്രാഹത്തിൻ്റെ കാലം മുതലേ വാഗ്ദാനമാണ്. വാഗ്ദാനം നമ്മൾക്കെങ്ങനെ അവകാശമാക്കണത്? നമ്മളതിൽ വിശ്വസിക്കുമ്പോഴാണ്. അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം. അതാണ്, നമ്മളത് വിശ്വസിക്കണം. ഇപ്പോൾ കാൽപ്പണിക്കാരന് ഒരു വാഗ്ദാനം കിട്ടി. എന്താണ്? അവനെ കർത്താവ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാക്കുമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള അവൻ്റെ വരുമാന മാർഗം വർദ്ധിപ്പിക്കും. വരുമാന മാർഗം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ആദ്യകാലം മുതലേ ഉള്ള അജണ്ടയാണ്. നിൻ്റെ കന്നുകാലികളെ പെരുക്കും, അപ്പക്കൂട്ട അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയണത് എബ്രാഹത്തിൻ്റെ കാലം തൊട്ട് കൊടുത്ത ഉടമ്പടി മോസസിൻ്റെ കാലത്ത് ദൈവം റിവൈസ് ചെയ്യണതാണ്. അപ്പോൾ വരുമാന മാർഗ്ഗങ്ങളെല്ലാം അതിലുള്ളതാണ്. അതുകൊണ്ടാണ് IELTS, ഹാദ്, MOH ജീവിത മാർഗ്ഗങ്ങളെല്ലാം അമ്മ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടായിരിക്കും. എന്താണ്? അവർക്ക് ആ പരീക്ഷ അറിയത്തില്ല. ഒരു ജോലിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് ആ സബ്ജക്റ്റ് ആ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷെ ആ സബ്ജക്റ്റ് കാണാതെ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? അമ്മയുടെ ഉടമ്പടി ഹോൾഡ് ഫാസ്റ്റ് ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിക്കും.
അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിച്ചിട്ട് അമ്മയുടെ കാശുകളും തന്നെ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അറിയാൻ പാടില്ലാത്ത നിനക്ക് അജ്ഞാതമായ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് കൈ അടിച്ച് കർത്താൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി വിഹിത പ്രകാരമുള്ള സാക്ഷ്യങ്ങളാണ് പറയണതെല്ലാം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഉടമ്പടിയുടെ നിബന്ധനകളുമായി, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുമായി, ദൈവം നൽകിയ വാഗ്ദാനങ്ങളുമായി ഇതെങ്ങനെയാണ് യോജിച്ച് നിൽക്കണതെന്ന്. ഇപ്പോൾ IELTS, MOH, ഹാദ്, അതുപോലെ തന്നെ പ്രൊമട്രി എക്സാം എല്ലാം എന്താ? ഭക്ഷണം കഴിക്കണ മാർഗ്ഗമാണ്. നിൻ്റെ അപ്പക്കുട്ടയെ ഞാൻ അനുഗ്രഹിക്കും, അതാണ് വചനം. അപ്പോൾ നിയമാവർത്തനം 28:4-9 വചനം. നിൻ്റെ അപ്പക്കുട്ടയെ അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ അനുഗ്രഹിക്കും, എണ്ണ പറ്റിപ്പോകത്തില്ല, നിൻ്റെ വീട്ടിൽ ആഹാരം മുട്ടിപ്പോകത്തില്ല. കൈ അടിച്ച് കർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ സമർപ്പിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഓരോ കുടുംബത്തിലെ അടുക്കളയെ സമർപ്പിക്കുന്നു, ജീവിത ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം നിറവേറുന്നത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം. ഇപ്പം വയറെ കൈവച്ചു, അച്ഛൻ പറഞ്ഞു നിനക്ക് വൈകല്യമില്ലാത്ത കുഞ്ഞിനെ കർത്താവ് തരും. അപ്പോൾ ഉടമ്പടി പ്രകാരം 22 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെ 17 വർഷം, 21 വർഷം, 10 വർഷം, 14 വർഷം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലാതെ 4 വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞാലും ശരി, ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം കുഞ്ഞിനെ കൊടുക്കും. എന്താ കുഞ്ഞിനെ കൊടുക്കും? നമ്മൾ സാക്ഷ്യം, ഒരു കൊല്ലത്തെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ ഒരു കൊല്ലത്ത് 15 മുതൽ ഇന്ന് വരെ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കിഡ്നി സുഖപ്പെടണതും, കുഞ്ഞുങ്ങളുടെ കരൾ വെച്ച് കൊടുക്കണം, കുഞ്ഞുങ്ങളെ സന്താനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്താണെന്ന് അറിയാമോ? അബ്രാഹത്തിന് ഉടമ്പടി ചെയ്യാൻ നേരത്തെ ദൈവം വിളിച്ചപ്പോഴേ ഞാനും നീയും തമ്മിൽ ഈ ബന്ധം സ്ഥിരവും സ്ഥായിയുമായി ശാശ്വതമാകാൻ വേണ്ടി ഒരു ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 15-16 അധ്യായങ്ങൾ പറയുമ്പോൾ അബ്രാഹം കണ്ണ് നിറയും, എല്ലാ അഭിവൃദ്ധിയും കന്നുകാലികളെ പെരുക്കുമെന്നൊക്കെ പറയുമ്പോഴേ അബ്രാഹം സങ്കടപ്പെട്ട് പറയും, എൻ്റെ കന്നുകാലികളെ പെരുക്കിയാലും എൻ്റെ ഗോതമ്പ് വയലുകൾക്ക് നല്ല വിളവ് കിട്ടിയാലും ഡമാസ്കസുകാരൻ എലിയാസറാണ് എൻ്റെ വീട്ടിലെ സൂക്ഷിപ്പുകാരൻ, എനിക്ക് അങ്ങ് സന്താനങ്ങളെ തന്നില്ലല്ലോ എന്ന് പറയും. സങ്കടത്തോടെയാണ് പറയണത്. അപ്പോൾ ദൈവത്തിനത് ഫീൽ ചെയ്യും. അപ്പോഴേ ദൈവം പറഞ്ഞു, എടാ ഞാൻ വാഗ്ദാനം തരുമ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ അതിൻ്റെ അകത്ത് സന്താനങ്ങൾ, നീ പുറത്തേക്ക് വരാൻ പറയും. ഞാൻ വാഗ്ദാനം തരുമ്പോൾ സന്താനങ്ങൾ അണ്ടർസ്റ്റുഡ് അല്ലേ, അതിൻ്റെ അകത്ത് അറിയാതെ തന്നെ ഉള്ളതാണല്ലോ, പിന്നെ നീ എന്നോടത് പറയേണ്ട കാര്യമില്ല, എന്നാലും നീ പുറത്തേക്ക് വാ എന്ന് പറയും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പറയും, നീ എന്നെ കാണുന്നത്? ഞാൻ മണ്ണും നക്ഷത്രങ്ങളും, അതുപോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരുമെന്ന്. 1 അല്ല 2 അല്ല 10,000 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സദാരഹിതരെ സമർപ്പിക്കുന്ന കർത്താവേ, പലവട്ടം അബോധരായി പോയിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സന്താന കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. മധ്യായ എലിസബത്തിന് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, കർത്താവായ ദൈവമേ, സാറായിക്ക് 90-ാമത്തെ വയസ്സിൽ ജീവിത അവസാനത്തിന് സന്താന ഭാഗ്യം കൊടുത്ത് അബ്രഹാത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എൻ്റെ പേര് മേരി നീലറ്റ്. ഞാൻ ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് എൻ്റെ അമ്മ മാതാവ് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പുണ്യഭൂമിയിൽ വന്നിരിക്കുന്നത്. ഞാൻ 2023 വിദേശത്ത് ജോലിക്കായി പോയി UK.
ഏജൻറ്റ് വഴിയാണ് ഞാൻ പോയത്. 10-17 ലക്ഷം രൂപയോളം മുടക്കി എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോട് പോണ പോലെ ഞാനും എൻ്റെ കുടുംബം രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിൽ ഞാനും വിദേശത്ത് പോയി. അവിടെ ചെന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാണ് എനിക്ക് ആ ജോലി ലഭിക്കുന്നത്. അത് ഞാൻ സാക്ഷി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഒരു 2 മാസമൊക്കെ ആയപ്പോൾ തന്നേക്കും അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് കാർ ഓടിച്ചാലേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് പോണേക്ക് മുമ്പ് ജസ്റ്റ് ലൈസൻസ് എടുത്ത് മാത്രമേ എനിക്കറിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കാറിൻ്റെ ഒന്നും ഇവിടെ ഓടിച്ചൊരു ശീലം ഒന്നുമില്ല. എനിക്ക് തന്നെ ആകെ പേടിയായി. കാർ ഓടിക്കാൻ ഇവിടുത്തെ പോലെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂൾസൊക്കെ വേറെയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവ് എനിക്ക് കാറ് എന്താണെന്നോ എനിക്ക് ക്ലച്ചും ഗിയറൊക്കെ തന്നെ എന്താണെന്നോ എനിക്ക് ശരിക്കും അറിയാൻ പാടില്ല. അന്നേരം പഠിച്ച് വേഗം ഒപ്പിച്ചെന്നല്ലാണ്ട്. അപ്പോഴെൻ്റെ കൂടെ ഉണ്ടായത് ഈ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ലോക്കറ്റ് അന്നും ഇന്നും 2019 തുടങ്ങി ഇന്ന് ഞാൻ ഈ ജീവനോട് ഇവിടെ നിൽക്കണ ഈ നിമിഷം വരെ എൻ്റെ കഴുത്തിൽ നിന്ന് ഞാൻ ഈ ലോക്കറ്റ് മാറ്റിയിട്ടില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കൂടെ എൻ്റെ ഫാമിലി ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയാൻ പാടില്ല. നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഒരു കാര്യങ്ങളല്ല അവിടെ. പക്ഷെ എന്നാലും മാതാവിൻ്റെ കാശ് രൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും, മാതാവ് എന്നെ സഹായിക്കാൻ ആരുമില്ല, നീ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം, നീ തന്നെ എൻ്റെ കൂടെ നിന്ന് എനിക്കെല്ലാം ചെയ്തു തരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കാർ ഒരെണ്ണം എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ഒരു ചേട്ടനായിട്ട് പോയി കാർ ഒരെണ്ണം എനിക്ക് കിട്ടി. പക്ഷേ അതിനി ഓടിക്കാൻ അറിയണമല്ലോ, എന്നാലല്ലേ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റൂ. ജോലി ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് വാടക കൊടുക്കണം, എൻ്റേതായിട്ടുള്ള ചിലവ്, നാട്ടിൽ എനിക്ക് എൻ്റെ കടങ്ങൾ തീർക്കാനാണെങ്കിലൊക്കെ നമുക്കത് ആവശ്യമാണ്. അപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വെളുപ്പിനെ ട്രെയിനൊക്കെ കയറി 6 മണി 5:30 കഴിഞ്ഞിട്ട് ട്രെയിൻ കയറിയിട്ടാണ് ഞാൻ ജോലിക്ക് പോണത്. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും, എന്നെ മേരി അങ്ങനെ കാർ എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും എടുക്കില്ല, അത് പയ്യെ എടുക്ക്, എന്നാലേ ആ പേടി മാറി ഓടിച്ച് തുടങ്ങുള്ളൂ, ലൈസൻസ് ഉള്ളതല്ലേ എന്തായാലും എന്ന് പറയും. അങ്ങനെ അവരങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്തോ കാർ എടുക്കാൻ തോന്നുന്നില്ല, എന്തോ ഒരു ഭയം. കാര്യം അവിടുത്തെ ആൾക്കാർ ഓടിക്കണേ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്, നമ്മളുടെ ഇവിടുത്തെ പോലെ അല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നി, എൻ്റെ കൂടെയുള്ള ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാവോ ഫ്രണ്ട് സീറ്റിൽ, അങ്ങനെയാണെങ്കിൽ ഞാൻ പയ്യെ ഒന്ന് ഓടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനെന്താ, എനിക്കിന്ന് ഓഫാണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരാം, നീ അന്ന് ഓടിച്ച് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ എൻ്റെ മാതാവിൻ്റെ ഈ കാശ് രൂപവും അമ്മ മാതാവിൻ്റെ ഉപ്പും ഞാൻ എടുത്ത് എൻ്റെ സീറ്റിൻ്റെ അടിയിലത്തെ ഈ പോക്കറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഈ കയ്യിൽ കിടക്കണ ഈ കൊന്തയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് 3ഉമാണ് എൻ്റെ കയ്യിലുള്ള ആകെ ഒരു ബലം. ഞാൻ എങ്ങനെയോ കാറെടുത്ത് എങ്ങനെയൊക്കെയോ ഞാൻ ഓടിച്ച് തുടങ്ങി. അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ അവിടെ ആ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ടും ഒരു വണ്ടിയിൽ പോയി ഇടിക്കുക ഒന്നും ഇല്ലാണ്ട് എൻ്റെ മാതാവ് എന്നെ അതുവരെ സംരക്ഷിച്ച്. അപ്പോൾ കാറിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ മാതാവ് അതവിടെ നല്ല രീതിയിലാക്കി തന്ന്. പിന്നെ എൻ്റെ ജോലി മേഖലയിലാണെങ്കിലും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണെങ്കിലും അവർ ജോലിക്ക് വിളിക്കാനുള്ള 1 മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് എന്നെ ജോലിക്ക് വിളിച്ച് ഞാനിതുപോലെ തന്നെ കാറായിട്ട് പയ്യെ കൊന്തയും വിശ്വാസ പ്രമാണവും അമ്മ മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകണം. അപ്പോൾ പോയി കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും ജോലിക്ക് കയറാണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യുന്ന പറഞ്ഞ് മെയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് ഫേക്കായിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു. നമുക്ക് ജോലി നഷ്ടപ്പെട്ടു പോകും, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ഞാൻ പറയും, മോനെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പറയണം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്ക്, മാതാവല്ലേ നമ്മുടെ കൂടെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരാണ്ടിരിക്കില്ല, ഇങ്ങാണ്ട് നാട്ടിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാണെന്ന് പുള്ളി ഇങ്ങനെ പറയും എൻ്റെ അടുത്ത്. അപ്പോഴും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ബൈബിളും ഇതൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലും, അമ്മ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള എല്ലാവരുടെയും ജോലി പോയി എല്ലാവരും റൂമിൽ തന്നെയായി. പക്ഷേ എൻ്റെ ജോലി പോണില്ല, പക്ഷേ എനിക്ക് ടെർമിനേഷൻ ലെറ്ററും വരണില്ല. പക്ഷേ എനിക്ക് മെയിൽ വരണത്, മേരി വേറെ ജോലി നോക്കണം, നിൻ്റെ ഫാമിലിനെ കൊണ്ടുവന്നാൽ നിനക്ക് ഈ ജോലി ഇല്ലാണ്ട് ഇവിടെ പറ്റൂല, അപ്പം നീ വേറെ ജോലി അന്വേഷിച്ചോ. എനിക്ക് അങ്ങനെയാണ് മെയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്നെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടണമെന്നില്ല, പക്ഷെ അവിടുത്തെ MD ഭയങ്കര പോസിറ്റീവായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച്, അതൊക്കെ മാതാവിൻ്റെ ഒറ്റൊരു അനുഗ്രഹം കൊണ്ടിട്ടാണ്, അല്ലാണ്ട് എൻ്റെ ഒരു കഴിവൊന്നും അവിടെ ഇല്ല. അപ്പോഴും എനിക്ക് തന്നെ ഒരു അത്ഭുതം. അപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും പറയും, എല്ലാവർക്കും ടെർമിനേറ്റർ ലെറ്റർ വന്നു, മേരിക്ക് മാത്രം എന്താ വരാത്തത്, മേരിക്ക് മാത്രം വന്നില്ലല്ലോ, അത് നല്ല കാര്യം. അപ്പോൾ അവർക്കും വിശ്വാസമായി മാതാവിനോട്. അപ്പോൾ അവർക്ക് ഞാൻ ഈ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കും, അവരും ചൊല്ലും. അങ്ങനെ നിന്ന് ഒരു ദിവസം ഞാൻ അവിടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പം
ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടൻ. ആ ചേട്ടനെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ആ ചേട്ടന് എന്നെ അറിയാമായിരുന്നു. ആരൊക്കെയോ പറഞ്ഞിങ്ങനെ മേരി എന്ന് പറഞ്ഞൊരു കൊച്ച് ഇവിടെ ഉണ്ട്, ജോലിക്ക് എന്തോ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ആ കൊച്ചിന് വേറെ ആരും ഇല്ല, നമുക്ക് എങ്ങനെയെങ്കിലും ആ കൊച്ചിനൊന്ന് സഹായിക്കണമെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എല്ലാവരും കൂടെ. പക്ഷേ ഞാനാണ് മേരിന്ന ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്, മാതാവ് ഒരുക്കിയിട്ടുണ്ടെന്നൊന്നും ഞാൻ അറിയണില്ല. അപ്പോഴും പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നേമേ എല്ലാവരും കുടുംബമായിട്ട് ഇവിടെ വന്ന് കുർബാന കൂടണം. എൻ്റെ മക്കൾ, എൻ്റെ ജീവിത പങ്കാളി അവിടെ, ഞാനിവിടെ ഒറ്റയ്ക്ക്. എനിക്കിതുപോലെ എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്ന് ഈ അൾത്താരയിൽ കുർബാന കൂടാനുള്ള ഒരു ഭാഗ്യം എൻ്റെ മാതാവ് എനിക്ക് ഒരുക്കി തരണം. എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെയും കുടുംബത്തെ എനിക്കിവിടെ കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജോലിയുടെ ഈ പ്രശ്നങ്ങളെല്ലാം കൂടെ ആയപ്പം ഈ ചേട്ടൻ എൻ്റെ മുമ്പിൽ തന്നെയാണ്. കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, ആ സ്റ്റാച്ചുവിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമൊന്നുമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കരഞ്ഞുപോയി. അപ്പം ഞാൻ അതും കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ചേട്ടൻ എന്നെ പുറകേന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, മേരി ആണോ അതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേ ചേട്ടാ, ഞങ്ങൾ മേരി ഏതാണെന്ന് തപ്പി നടക്കണമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, മേരി എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ വന്നിട്ട് കഷ്ടപ്പാട് ഭയങ്കര, അതിന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കണു അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ജോണി ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടണമല്ല, ദൈവം മനുഷ്യരുടെ രൂപത്തിലും പല രൂപത്തിലും നമ്മളെ സഹായിക്കാനായിട്ട് ദൂതന്മാരെ അഴക്കും എന്ന് പറഞ്ഞതിൽ സത്യമായിട്ടുള്ളൊരു അനുഭവം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് ആ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം. ആ ചേട്ടൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ വൈഫ് അവിടെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, അവിടെ വല്ല വേക്കൻസി ഉണ്ടാകുമെന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് ചെയ്യാം, നീ വിഷമിക്കേണ്ട. അപ്പോൾ എൻ്റെ അവസ്ഥകളെല്ലാം, ഞങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ടായതാണ്, 2 വർഷം ഞങ്ങൾ താമസിച്ചുള്ളൂ. ആ വീട് വിറ്റ് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്നപ്പോൾ ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞ് ഞങ്ങൾക്ക് ലോൺ അടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെയൊക്കെ ആകെ ഗതികെട്ട് ഇവിടെ നിന്നാൽ എൻ്റെ മക്കളാണെങ്കിൽ CBSE പഠിച്ചിട്ട് എൻ്റെ മക്കൾ പള്ളി സ്കൂളിലൊക്കെയാണ് പിന്നെ കൊണ്ടാക്കേണ്ടി വന്നത്, എൻ്റെ മോളെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിട്ട് അപ്പോൾ ജോണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും, നീ പ്രാർത്ഥിക്കണല്ലേ മാതാവിനോട് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ഞങ്ങൾ അപ്പോൾ ജോണിച്ചേട്ടൻ ആ കൊച്ചിനെ വിളിച്ച് പള്ളിയിലെ കുർബാന എന്തോ പിന്നത്തെ ആഴ്ച കുർബാന കഴിഞ്ഞപ്പോൾ ആ ചേച്ചിനെ കണ്ടപ്പം ചോദിച്ച് അവിടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, വേക്കൻസി 2 പേര് ഡെലിവറിക്ക് പോകാൻ നിൽപ്പുണ്ട്, അപ്പോൾ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാൻ പറ ആ കൊച്ചിനോട്, കിട്ടണമെങ്കിൽ ഭാഗ്യമായി എന്ന് പറഞ്ഞു. അങ്ങനെ ജോണിച്ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ്, എൻ്റെ രക്തബന്ധമല്ല ഒന്നുമല്ല, പക്ഷേ ആ ചേട്ടൻ എൻ്റെ അപ്പനെ പോലെയോ ചേട്ടനെ പോലെയോ എന്നെ കൂടെ കൊണ്ടുപോകണേണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ആ ചേട്ടൻ ടാക്സി ഓടിക്കണം അവിടെ, കുടുംബമായിട്ട് 23 വർഷമായിട്ട് UK ജീവിക്കണ ഒരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ ഞാൻ നിൻ്റെ കൂടെ വരാം, നാളെ നിനക്ക് ഓഫാണെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ ഓഫാണ്, പോവണ്ട, എങ്കിൽ നമുക്ക് രാവിലെ തന്നെ പോയിട്ട് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം, നീ കൊടുക്കുക അവിടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ ചേട്ടൻ ചേട്ടൻ്റെ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മേരി ഇപ്പോൾ പൊക്കോ, ഇന്നിപ്പോൾ തിങ്കളാഴ്ച മൺഡേ ആയതുകൊണ്ടിട്ട് ബിസിയാണ്, അപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഷെഡ്യൂൾ ഇട്ടിട്ട് മെയിൽ ചെയ്യാം, അന്നേരത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഓക്കേയും പറഞ്ഞ് ഞാൻ പോന്നു. അപ്പോഴൊക്കെ എൻ്റെ ഈ കഴുത്തിൽ ഈ കൊന്തയും ഈ മാതാവിൻ്റെ കാശുരൂപം അല്ലാണ്ട് ഈ കൊന്തയും കഴുത്തിൽ കിടണ കൊന്തയും അതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ കൂടെ ആരോ ഉണ്ട്. ഞാൻ പോണ വഴികളൊക്കെ എനിക്കിങ്ങനെ തുറന്നു കിട്ടണം. എനിക്കതാണ് മഹാത്ഭുതം. കാര്യം വേറെ ഒരു മനുഷ്യർ നമ്മളെ സഹായിക്കണില്ല, മാതാവ് ഇങ്ങനെ കൊണ്ടുകൊണ്ട് നടക്കണ പോലെയാണ് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടാവണം. അങ്ങനെ എനിക്ക് 3ാമത്തെ ദിവസം മെയിൽ പറഞ്ഞാണ്, മേരിക്ക് ഇന്ന ഡേറ്റിന് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് മെയിൽ അയച്ച്, ഞാൻ വന്നേക്കാം, 10 മണിക്ക് വരണം. അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ 10 മണി എന്ന് പറഞ്ഞാൽ 10-5 മിനിറ്റോളപ്പം നമ്മളവിടെ പ്രസൻ്റ് ആയിരിക്കണം. ഇവിടത്തെ പോലെ നമുക്കൊരു ഇത്തിരി വൈകി കഴിഞ്ഞാലൊന്നും നമ്മളെ കയറ്റൂല. ഞാൻ അങ്ങനെ ആ ചേട്ടൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ്, വിഷമിക്കേണ്ട, എനിക്ക് നാളെ ഓട്ടം കഴിഞ്ഞിട്ട് റെഡിയായി നിന്നോ, നമുക്ക് ഒരുമിച്ച് പോകാം, നീ എന്നിട്ട് അകത്ത് കയറി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഇന്ന് ഇൻ്റർവ്യൂവിന് പോണേ, എനിക്ക് എൻ്റെ കുടുംബത്തിന് ഇവിടെ കൊണ്ടുവരണം, ഞങ്ങളുടെ കടങ്ങളെല്ലാം തീർത്ത് ഒരു സമാധാനമായിട്ടുള്ള ജീവിതം എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കൂടെ ഉണ്ടാവണം, അതിനെനിക്കിത് കിട്ടിയേ പറ്റൂ. ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇതുപോലെ തന്നെ ഈ ഉപ്പും ഈ കാശുരൂപവും മാതാവിൻ്റെ ഈ ഉടമ്പടി ബുക്കും ഞാൻ എപ്പോഴും കാറിലെടുത്തിടും. ഉടമ്പടി ബുക്കും കാറിലെടുത്തിട്ടിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഞാൻ അവിടെ ചെല്ലണേ. അവിടെ ചെന്ന് അവരെനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത്, അപ്പം ഞാൻ മാതാവ് എനിക്ക് അമ്മ മാതാവിനെ
ലേഡി ആണെങ്കിൽ മാതാവിനെ പോലത്തെ ഒരു സ്ത്രീ ആയിരിക്കണം എൻ്റെ ഫ്രണ്ടിലുണ്ടാവണം. അതല്ല ഇനി ആണാണെങ്കിൽ എൻ്റെ യേശുകുമാരനെ പോലത്തെ ഒരു എൻ്റെ ഈശോ അപ്പച്ചനെ പോലത്തെ ഒരാളായിരിക്കണം എൻ്റെ മുമ്പിലുണ്ടാവണം. എനിക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഇംഗ്ലീഷല്ല, അവിടുത്തെ ഇംഗ്ലീഷ് ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവിടെ ചെന്നിരുന്നിട്ട് ഞാനല്ല, വേറെ ആരോ എൻ്റെ മാതാവ് എന്നെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണമല്ലോ. അവർ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ അത് ഈ ഉടമ്പടി ലോക്കറ്റ് എൻ്റെ കഴുത്തിൽ കിടക്കണം. ഞാൻ ഇങ്ങനെ പറയണേ, എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഞാൻ എന്തുട്ടൊക്കെയാണ് പറയണേന്ന്. പക്ഷേ അവർ ചോദിക്കണതിനൊക്കെ ഇങ്ങനെ മണിമണി പോലെ ആൻസർ പറയണേ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് അവർ അങ്ങാടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങാട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ, നിങ്ങൾ എന്നെ സെലക്ട് ചെയ്യുമോ എന്ന് ഞാൻ കരഞ്ഞു പോയി. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, നിനക്കെന്താ വിഷമം, നീ എന്താ കരയണം? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പക്ഷേ അതിൽ ഒരു ശാശ്വതമല്ല. അവരിങ്ങനെ പറയണം, എൻ്റെ അടുത്ത് ജോലി വേറെ അന്വേഷിക്കാൻ പറയണു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഏജൻറ്റ് ത്രൂ വന്ന എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ചിലതൊക്കെ ഫേക്കായിരിക്കും, നീ വിഷമിക്കേണ്ട, നിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തേക്കണ്, നിനക്ക് അവിടെ ജോലി ഞങ്ങൾ തരാം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല എനിക്ക് ആ ജോലി. കാര്യം എൻ്റെ കൂടെയുള്ള ഇപ്പോഴും ആദ്യത്തെ കമ്പനിയിൽ വന്ന ഒരുപാട് പേര് ഇപ്പോഴും ജോലി കിട്ടാണ്ട് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകേണ്ടി വന്നില്ല. ആകെ ഒറ്റൊരു സ്ഥലത്തെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തോളൂ. അമ്മ മാതാവ് എന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ എനിക്ക് ജോലിക്കായിട്ട് നിയോഗിച്ചെന്നെ. അത് കഴിഞ്ഞ് അവർ പറഞ്ഞ്, ഞങ്ങൾ COS തന്നോളാം, നിനക്ക് ഞങ്ങൾ വിസ തരാം. അങ്ങനെ എനിക്ക് 5 വർഷത്തെ വിസ എൻ്റെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ രണ്ടാമത് ചിലവില്ലാണ്ട് അവിടെ 12-13 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഓരോരുത്തർ കയറണം. പക്ഷേ രണ്ടാമത് എനിക്ക് 10 പൈസ ചിലവില്ലാണ്ട് എനിക്ക് അവർ വിസ അടിച്ചു തന്ന് എൻ്റെ കുടുംബവും എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കളെ എനിക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റി. ഇന്ന് ഞങ്ങൾ കടങ്ങൾ ഒതുക്കിയെടുക്കാന്ന് വെച്ചാൽ കടങ്ങൾ ഒരുവിധമൊക്കെ വീട്ടിൽ പയ്യെ സമാധാനത്തോടെ ഞങ്ങളിവിടെ ജീവിക്കണം. അപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്ന് നാട്ടിൽ ഞാൻ വരണോ അന്ന് എനിക്ക് ഈ അൾത്താരയിൽ വന്ന് എനിക്ക് കിട്ടിയ അനുഭവം എല്ലാവരോടും പറയണം, എല്ലാവർക്കും അതൊരു പ്രചോദനം ആവണം. അമ്മ മാതാവ് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ ഉള്ളിൽ വെറുപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ വിശ്വസിച്ച് നല്ലത് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിട്ട് അമ്മ മാതാവും ഈശോകുമാരനും നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മളറിയാണ്ട് നമ്മളുടെ ഓരോ കാര്യങ്ങൾ നടന്നു പോകും. ഞാൻ പോയിട്ട് ഇപ്പം 3 വർഷം ആവണു. ഞാൻ 17-ാം തീയതി ഞാൻ വന്നു. ഞാനും എൻ്റെ മോളും കൂടെ വന്ന. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മോനും വന്നില്ല. മോന് കോളേജ് ഉള്ളതുകൊണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും മോനും അവിടെ നിൽക്കണേണ്. ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് ഞാനും എൻ്റെ മോളും കൂടെ പങ്കെടുത്ത് വന്ന്. എൻ്റെ മൂത്ത ബ്രദറും വൈഫും പിള്ളേരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ ഇളയ ബ്രദറും ഒരുപാട് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനുഭവങ്ങൾ മാതാവ്. എൻ്റെ ഇളയ ബ്രദറിന് വീടുണ്ടായില്ല, അത് സാക്ഷ്യം പറയാൻ എൻ്റെ നാത്തും വന്നിട്ടുണ്ട്, അത് അവൾ പറയും. അതും അവർക്ക് മാതാവ് നടത്തി തന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കോടാനുകോടി അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, വലിയ അസോസിയേഷനാണ്. അപ്പോൾ അതിലിങ്ങനെ രോഗികൾക്കായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പിരിക്കും. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ജോലിയില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് എല്ലാവരും കൂടെ പിരിച്ച് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ചെയ്യും. പിന്നെ എൻ്റെ മുമ്പിൽ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എൻ്റെ മുമ്പിൽ ഇന്നും ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കും. മാതാവിൻ്റെ കാര്യം ഞാൻ പറയും. ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്തിനാണ് വിഷമിക്കണം? ഞാൻ ഈ കാശ് രൂപ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയും, കൃപാസനം മാതാവിൻ്റെ അടുത്ത് ചെല്ലുക, മാതാവിൻ്റെ അടുത്ത് കയ്യിലോട്ട് കൊടുത്താൽ മതി, നമ്മൾ പേടിക്കേണ്ട, നമ്മളുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മളറിയാണ്ട് തന്നെ നടന്നു പൊക്കോളും എന്ന് പറയും. പിന്നെ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും സാക്ഷ്യമായിട്ട് ഞാൻ പറയും. ആരെൻ്റെ മുമ്പിൽ വന്നാലും ഞാനും എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾക്ക് എൻ്റെ അനുഭവങ്ങൾ സാക്ഷ്യമായിട്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. മാതാവിൻ്റെ ആ സാക്ഷ്യം അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഇങ്ങനെ പറയും. നമുക്ക് പറഞ്ഞാലും തീരുമില്ല അത്. അപ്പോൾ അങ്ങനത്തെ കാരുണ്യ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഈശോപ്പനും മാതാവിനും ഞാൻ കോടാനുകോടി അനുഗ്രഹവും നന്ദിയും പറയുന്നു. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആരതി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ശിവാറാണി. ഞങ്ങൾ 2024 മെയ് 28-നാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇത് ഞങ്ങളുടെ 4ാമത്തെ പുതുക്കലാണ്. ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടിയ കൃപാസന പത്രം വഴിയാണ് അമ്മ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആദ്യം അതിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല, ഞങ്ങളാരും അങ്ങനെ വലിയ ശ്രദ്ധ കൊടുത്തില്ല. പക്ഷേ അമ്മ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നീട് കൃപാസന വിശ്വാസിയായ ഒരാൾ വീട്ടിൽ വരികയും അവർക്ക് ലഭിച്ച ജീവിത അനുഭവങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരികയും കുടുംബത്തിലെ 4 പേരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു.
കൃത്യമായി ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഞാൻ CAക്ക് പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇൻ്റർമീഡിയറ്റ് എക്സാം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഫൈനലിന് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു സബ്ജക്റ്റ് പോലും പാസ്സാകാത്ത അവസ്ഥയായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷം എഴുതിയ 2 ഓൺലൈൻ മൊഡ്യൂളുകൾ നല്ല മാർക്കോടുകൂടി പാസ്സായി. ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോൾ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് വരാൻ കഴിയണേന്ന് പ്രാർത്ഥിച്ചാണ് എക്സാമിന് പോകാറ്. അതിനുശേഷം നവംബറിൽ നടന്ന ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് ഞാൻ ഹോൾ ടിക്കറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ അച്ഛൻ അത്യാവശ്യമായിട്ട് പുറത്തു പോയി. എനിക്കാകെ വിഷമമായി. ഞാനിവിടെ കരഞ്ഞ് ഇവിടെ അൾത്താരയിൽ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജോസഫ് അച്ഛൻ വരികയും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഹോൾ ടിക്കറ്റ് തരികയും ചെയ്തു. ആ എക്സാമിനും ഞാൻ നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നീട് എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. എക്സ്പീരിയൻസും കുറവായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി ജോലിയുടെ കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അമ്മയോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും നല്ലൊരു ജോലി തരണേന്ന്. പിന്നീട് നല്ലൊരു ജോലി ഓഫർ ലഭിക്കുകയും ചെയ്തു. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഓരോ ദിവസവും ഞാനിപ്പോൾ ഓഫീസിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ്. CAയുടെ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ എക്സാമിന് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അത് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നതായിരുന്നു. അപ്പോൾ എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഓരോ സബ്ജക്റ്റും അമ്മയുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് ഇതെങ്ങനെ പഠിക്കണം, ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് തീർക്കേണ്ടത്, സമയം കുറവാണ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞാൻ മാറിവാനീസിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ അവിടെ ഞാൻ ഉപ്പിട്ട് ദൈവമേ എനിക്കിനി എക്സാം എഴുതേണ്ടി വരരുതേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാശിരൂപം കൊണ്ടാണ് പോയത്. ഞാൻ ആ എക്സാമിനും നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇപ്പോൾ CAയുടെ എല്ലാ ഗ്രൂപ്പുകളും ക്ലിയർ ചെയ്തു. എവിടെ പോയാലും കാശിരൂപവും ഉപ്പും തേനും കൊണ്ടാണ് ഞാൻ പോകാറ്. എനിക്കതാണൊരു ധൈര്യം. എനിക്ക് എപ്പം ഒരു ഭയം തോന്നിയാലും അമ്മയെ കൂടെ വരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. പിന്നീട് എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യം, എനിക്ക് 2 വർഷത്തോളം ചെവിയിൽ തൊലി ഇളകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. കമ്മലിടാനൊന്നും പറ്റാറില്ല. സോറിയാസിൻ്റെ ചെറിയൊരു വകഭേദമാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ആദ്യത്തെ ഉടമ്പടിയിനുള്ളിൽ തന്നെ 3 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. പിന്നെ ഇതുവരെ അങ്ങനെ ചെവിയിൽ തൊലി ഇളകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിരുന്നു. 11:30 മണിക്കാണ് ടൈം സ്ലോട്ട് കിട്ടിയത്. വീട്ടിൽ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ 12 മണിയായി. പോകുന്ന വഴിയിലെല്ലാം സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് പോയത്. കൃത്യസമയത്ത് അവിടെ എത്തുകയും ആദ്യം എൻ്റെ പേര് വിളിച്ചു. 7 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ടും കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഇതുപോലെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവും ഈശോയ്ക്കും ഞങ്ങൾക്ക് അമ്മ തന്നിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തൈലം തൊട്ട് പ്രാർത്ഥിച്ച് ഓട്ടോ സ്റ്റാൻഡുകളും ആശുപത്രി പരിസരങ്ങളിലൊക്കെ കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കെട്ടി RCCയിൽ കൊണ്ടു കൊടുക്കും. പിന്നെ വീട്ടിനടുത്തുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഡയാലിസിസ് സെൻ്ററുണ്ട്. അവിടെ ഞങ്ങൾ പൈസയായിട്ടും പിന്നെ അരിയായിട്ടൊക്കെ സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആർക്കാണെങ്കിലും ഞങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് കിട്ടിയ രോഗസൗഖ്യം അമ്മ പറയും. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ 30 വർഷം കൊണ്ട് ഞാൻ ഇനി അനുഭവിക്കാനൊന്നുമില്ല. അതുപോലെ ഒരു അലർജി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നും തുമ്മൽ. ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയുടെ തൈലും ഉപ്പും പുരട്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇതെല്ലാം മാറി. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അലർജിയില്ല, എനിക്ക് വെരിക്കോസ് വെയിൻ്റെ പ്രശ്നമില്ല. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി.